Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൗൺ സൈഡ് ഞാൻ നോക്കണില്ല. ഡൗൺ സൈഡ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് ഞാൻ ചെയ്യുകയാണെങ്കിൽ സ്കാൽപ്പ് മാത്രമേ ഉള്ളൂ. അതർവൈസ് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. സപ്പോർട്ട് എടുക്കും ആൻഡ് ദെൻ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് മുകളിലേക്ക് റിവേഴ്സ് ആവാൻ ഉള്ള ചാൻസസ് കാണുന്നുണ്ട്. കൂടുതൽ അപ്പ് സൈഡാണ് ഞാൻ എന്തെങ്കിലും പ്ലേ ചെയ്യാനാണെങ്കിൽ അപ്പ് സൈഡ് തന്നെ പ്ലേ ചെയ്യുള്ളൂ. മാർക്കറ്റ് എക്സാക്ട്ലി എന്ത് ചെയ്തു, താഴേക്ക് ഒരു ചെറിയൊരു ഡൗൺ സൈഡ് കാണിച്ച് എല്ലാവർക്കും എല്ലാവരും ഫൂൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ യെസ്റ്റർഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു സഡൻ ഒരു ഡിപ്പ് തന്നിട്ട് ഷാർപ്പ്ലി ഒരു പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി നിർത്തി അവർ. ഓക്കെ, എന്തിനെ താഴേക്ക് കൊണ്ടുവന്നു ഞാൻ ലാസ്റ്റ് വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻഡിങ് ഡയലിൽ ഫൈൻഡ് ചെയ്യാൻ പോയി. ഇവിടെ എൻഡിങ് ഡയലിൽ എനിക്ക് കിട്ടണം, എന്നിട്ടേ ഞാൻ റിവേഴ്സൽ പ്ലേ ചെയ്യുള്ളൂ. സോ അതാണ് എല്ലിയറ്റ് വേവിൻ്റെ തിയോറി ആൻഡ് എല്ലിയറ്റ് വേവിൻ്റെ റൂൾസ്. എൻഡിങ് ഡയൽ പാറ്റേൺ മസ്റ്റാണ്. എൻഡിങ് ഡയൽ പാറ്റേൺ ഉണ്ടാക്കണം അവർ, എന്നിട്ടേ നമുക്ക് ആ ഒരു അത് കിട്ടുകയുള്ളൂ. സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പാറ്റേൺസ് മാർക്കറ്റ് നമ്മൾ പ്രോപ്പർലി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാറ്റേൺ മാർക്കറ്റ് ഉണ്ടാക്കും. നമുക്ക് തന്നെ പിന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അത് പ്രോപ്പർലി ആ പാറ്റേൺസ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് കിട്ടും. ഇത് കണ്ട ഞാൻ ഈ ലെവൽസ് ഡിലീറ്റ് ചെയ്യണം ഇപ്പം. സോ ഇപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ. കണ്ടോ, മാർക്കറ്റ് അത് ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ പ്രോപ്പർലി പറഞ്ഞേക്കാം. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒരിക്കലും ശരിക്കും ആവാറില്ല. ഫെയിൽ ആവാൻ ചാൻസസ് ഉണ്ട്, ബട്ട് ആവാറില്ല. സോ എൻഡിങ് ലെവൽ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വെയിറ്റ് ചെയ്യുക ഫോർ റിവേഴ്സൽ, ബ്രേക്ക് ഔട്ട്, അപ്പോൾ എൻട്രി എടുക്കാം. ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും. ബട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ താഴേക്ക് വന്നു, ഇവിടെ നിങ്ങൾ യൂഷ്വലി ബ്രേക്ക് ഡൗൺ ഞാൻ കണ്ടിട്ടില്ല. ലീഡിങ് ഡയൽ പാറ്റേൺ ബ്രേക്ക് ഔട്ട് തരാറുണ്ട്, ഈ എൻഡിങ് ഡയൽ പാറ്റേൺ ബ്രേക്ക് ഔട്ട് തരത്തില്ല. ആ റീൽ ഞാൻ ഒരു റീൽ ഉണ്ടാക്കി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർലി അത് കണ്ടേക്കണം. സോ ലീഡിങ് ഡയൽ ആൻഡ് എൻഡിങ് ഡയൽ പാറ്റേൺ, ദറ്റ് മീൻസ് എൻഡ് ഓഫ് ദ ഫോൾ. ലീഡിങ് ഡയൽ ഒരു ഡിപ്പ് തരും ഫോർ ഫെർദർ അപ്പ് സൈഡ് തന്നെ. സോ ആ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കി എടുക്കണം. ലീഡിങ് ഡയൽ എൻഡിങ് ഡയൽ, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ ആണെന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ ഒരിക്കലും. ലീഡിങ് ഡയലിൽ നമ്മൾ ഡിപ്പ് കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ എൻട്രി ഉണ്ടെങ്കിൽ പ്രൈസ് ലീഡ് ചെയ്യാൻ പോവുക ഫോർ ഫെർദർ അപ്പ് സൈഡ്. എൻഡിങ് ഡയൽ പാറ്റേൺ ആ പ്രൈസിൻ്റെ ഈ ഒരു ഫോൾ ആയാലും ആ ഒരു ഇതായാലും അപ്പ് സൈഡ് ആയാലും അതിൻ്റെ ആ ട്രെൻഡിനെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് വ്യത്യാസം, ശ്രദ്ധിക്കുക കേട്ടോ. സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സെയിം തന്നെ. അതാണ് ഞാൻ പറഞ്ഞിരുന്നു, പ്രൈസ് താഴേക്ക് വന്നാൽ ഞാൻ സ്കാൽപ്പ് നോക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്കറിയായിരുന്നു, ഇവിടെ അറിയായിരുന്നു എന്നല്ല, ബട്ട് യെസ് അവരുടെ ഒരു റൂലാണ്. അവർ പ്രൈസ് ആ ഒരു ഇതിൻ്റെ തീർക്കുന്ന മുന്നേ അവർ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യും. സോ ഇവിടെ വന്നപ്പോൾ പ്രൈസ് കുറേ നേരം സ്റ്റക്കായി. ഞാൻ വീണ്ടും ഇവിടുന്ന് റിവേഴ്സൽ പ്ലേ ചെയ്യാൻ നോക്കി, ബട്ട് ഒന്ന് പറയണ്ട, അത്രയ്ക്ക് കൺസോളിഡേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അത്രയ്ക്ക് കൺസോളിഡേഷൻ ഉണ്ടായി. ആൻഡ് ഇവിടുന്ന് പ്രൈസ് കൺസോളിഡേഷൻ കഴിഞ്ഞ് ലാസ്റ്റിൽ ആകെ എന്തോ ഒരു 2-2.5 ആയപ്പോഴാണ് ആ ഒരു ബ്ലാസ്റ്റ് മൂവ് ലാസ്റ്റിൽ നമുക്ക് കിട്ടിയത്. സോ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കണം. റൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലിറ്റ് വേവിൽ മസ്റ്റാണ്. റൂൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ കുറച്ച് ഫോളോവേഴ്സാണ് മോസ്റ്റ്ലി കുറച്ച് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലിറ്റ് വേവ്. ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് തന്നെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് ബൈ ഹാർട്ട് ആക്കണം. ഫസ്റ്റ് പറയാനുള്ളത് ബൈ ഹാർട്ട് ആക്കണം. ഫസ്റ്റ് എപ്പോഴും ജസ്റ്റ് എനിക്ക് ഫാസ്റ്റ് ഒന്ന് പറയാനുള്ളതാണ്, എല്ലിറ്റ് വേവ് തിയോറി ഉണ്ടല്ലോ, അത് നമുക്ക് ഡയറക്ഷനും ഇതും എന്ത് ചെയ്യാൻ പോവുക, എപ്പോഴാണ് ബോട്ടം ഉണ്ടാക്കും, എപ്പോൾ ടോപ്പ് ഉണ്ടാക്കും, അത് നമുക്ക് പ്രോപ്പർലി നമ്മൾ തന്നെ കാണിച്ചു തരും. അത് നമ്മൾ ആക്ച്വലി വിശ്വാസം ചെയ്യണം, ബിലീവ് ചെയ്യണം. അതാണ് മെയിൻ. ഓക്കെ, സോ ബിലീവ് ചെയ്ത് വെക്കണം. സോ ഇത് കണ്ടോ, 1 2 3 4 5. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ ഈ 5 മൂവ് ഇത് എല്ലാവരും ഇപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ളത് എന്താണ് എപ്പോഴും ഞാൻ പറയാം. ഫസ്റ്റ് വേവിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും. ലീഡിങ്, ദാറ്റ് മീൻസ് പ്രൈസ് ലീഡ് ചെയ്യാൻ പോവുക ഫോർ ഫർദർ സൈഡ്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഡിപ്പ് തന്നെ അതിൽ കയറി പിടിക്കണം. അതാണ് ഫസ്റ്റ് വാല്യൂ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് വേവ്.
സെക്കൻഡ് വേവിൽ പാറ്റേൺ ഉണ്ടാക്കും. പാറ്റേൺ അത് ഞാൻ അപ്കമിങ് അതിൽ പറഞ്ഞുതരാം. ഇവിടെ ടൈപ്പ് ഓഫ് ചാനൽ പാറ്റേൺ ഓർ ക്ലോൺ ടൈപ്പ് ആ പാറ്റേൺ ഞാൻ കാണിക്കാറുണ്ടല്ലോ. അത് ഇതിനകത്ത് സെക്കൻഡ് വേവിൽ ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞു തരാം. സോ സെക്കൻഡ് വേവിൽ പ്രൈസ് താഴേക്ക് കിട്ടിയാൽ നമുക്ക് താഴത്തെ ഇവിടുത്തെ ഈ ലോഡ് എസ് വെച്ചിട്ട് നമുക്ക് കയറണം. ഓക്കെ, സോ എൻ്റെ വീഡിയോസിൽ പ്രോപ്പർലി നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പാറ്റേൺ എവിടെ ഫൈൻഡ് ചെയ്യും, എന്ത് പാറ്റേൺ ഫൈൻഡ് ചെയ്യും, അത് ബാക്കി എലിറ്റ് വ്യൂ തിയറി 3 ഉണ്ടാകുമായിരിക്കും, എനിക്കറിയത്തില്ല. ബട്ട് യെസ്, എലിറ്റ് വ്യൂ തിയറി 1 2 3 4 5 മാത്രം പറയാം. പക്ഷേ അതിൻ്റെ റൂൾസ് ആണ് മസ്റ്റ്. പിന്നെ തേർഡ് വേവിൽ എപ്പോഴും എന്തായിരിക്കും? ചാനൽ പാറ്റേൺ ഫോം ചെയ്യും. തേർഡ് വേവ് ചാനൽ മാത്രമേ ഫോം ചെയ്യും. ചാനലിൽ നോർമൽ ചാനൽ ഉണ്ടാകും, ഓർ മെഗാഫോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തേർഡ് വേവിൽ, ഓർ എക്സ്പാൻഡിങ് ചാനൽ അത്. ഓക്കെ, പിന്നെ ഫോർത്ത് വേവിൽ ഏതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്? ട്രാങ്കിൾ സിംഗിൾ, വെറും ട്രാങ്കിൾ മാത്രമല്ല, ട്രാങ്കിൾ 2-3 ട്രാങ്കിൾസ് ഉണ്ട്. നമ്മൾ ആകെ ഒരു ട്രാങ്കിൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ, ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഇതുവരെ. അതിൽ 2-3 സ്പാനിൽ ട്രെയിൻ ആയാലും പിന്നെ 2-3 ട്രാങ്കിൾസ് ഉണ്ട്. ഞാൻ അപ്കമിങ് ടൈം വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിനകത്ത് 333 കറക്ഷൻ ഫോർത്ത് വേവിൽ. സോ അതാണ് ഈ പാറ്റേൺസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ പാറ്റേൺ എന്തിനു പഠിക്കണം? പാറ്റേൺസ് ഡെയിലി ഫോം ചെയ്യും മാർക്കറ്റ്. നമുക്ക് വേവ് അറിയുകയാണെങ്കിൽ ആ വേവിൽ ഈ പാറ്റേൺ ഫോം ചെയ്യും. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സോ എന്തായിരിക്കും? നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. ട്രേഡ് എടുക്കാൻ നമുക്ക് പേടിയുണ്ടാവില്ല, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ല, പ്രൈസ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ ഇല്ലാന്ന്. ഓക്കെ, അതാണ് പാറ്റേൺസിൻ്റെ ഒരു വാല്യൂ. സോ പാറ്റേൺസ് മസ്റ്റായിട്ട് പഠിക്കണം. ഞാനിപ്പോൾ എൻ്റെ ലേണിംഗ് വീഡിയോസിൽ ഇഷ്ടംപോലെ ഇതിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ. ഞാൻ ഇതുവരെ ബേസിക് മാത്രം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ബേസിക് എലിറ്റ് വേവ് തിയറി ആൻഡ് അതിൻ്റെ പാറ്റേൺസ് അതൊന്നും പഠിക്കണം. ഒന്നുകൂടി എല്ലാവരും കൂടി പഠിക്കണം. ഡെയിലി ടൈം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും പഠിക്കുക. വീക്കെൻഡ്സ് മസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോഴേ നമുക്കത് ശരിയാവുള്ളൂ. പിന്നെ ഫിഫ്ത്ത് വേവിൽ ഏതാ? എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ഫിഫ്ത്ത് വേവിലാണ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ്സ് എല്ലാം കൂടി കൂട്ടി എന്തുണ്ടാക്കും? ഇതുകൊണ്ട് ഈ വേവ്സ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ? ഈ വേവ്സ് എല്ലാം കൂടി 5 മൂവ്സ് ഓർ 5 വേവ്സ് കൂടി കൂട്ടാക്കിയാണ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ചെയ്യുന്നത്. എൻഡ് ഓഫ് ബിഗർ ടൈം ഫ്രെയിമിൽ എൻഡായി അത്. അല്ലെങ്കിൽ എന്തായാലും പിന്നെ താഴേക്ക് പ്രൈസ് വരും. അപ്പോൾ ഈ 1 ഡിഗ്രി ദാറ്റ് മീൻസ് ഇത് ലീഡിങ് പാറ്റേൺ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ താഴേക്ക് വരും, ബിഗർ ടൈം ഫ്രെയിമിൽ ലീഡിങ് ആവും. ഓക്കെ, സോ പിന്നെ താഴെ പ്രൈസ് വരും, പിന്നെ സപ്പോർട്ട് എടുത്ത് പിന്നെ തന്നെ പ്രൈസ് മുകളിലേക്ക് പോകും. അത് ബിഗർ ടൈം ഫ്രെയിമിൽ. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മസ്റ്റായിട്ട് എല്ലാവരും എലിറ്റ് വേവ് തിയറി പഠിച്ചോ. ആൻഡ് അതിൻ്റെ പാറ്റേൺസ് മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. പാറ്റേൺസ് ആണ് മെയിൻ. പാറ്റേൺസ് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഓരോരോ വേവിൽ ഏത് പാറ്റേൺ ഫോം ചെയ്യും, എപ്പോഴും ഫോം ചെയ്യും, അതൊക്കെ ഞാൻ പറഞ്ഞു തരും അപ്കമിങ് വീഡിയോസിൽ. പക്ഷേ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ. ഫാസ്റ്റ് അനാലിസിസ് കിടക്കാം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ ഇനി നമുക്ക് റിവേഴ്സൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ബട്ട് യെസ്, ഇനി വീക്ക്നെസ്സും വരാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്ട്രക്ചർ സ്റ്റിൽ ഇതിൻ്റെ അകത്താണ്. സോ നിയറസ്റ്റ് സപ്പോർട്ട് ഇന്നത്തെ ലോ നല്ലൊരു സപ്പോർട്ടാണ്. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25,276 ആൻഡ് 25,217. ഓക്കെ, പിന്നെ ഇനി നിയറസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കാനാണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഒരു ലെഗിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലെഗ് അതും ആൻഡ് ദെൻ ലേറ്റസ്റ്റ് ലോ അത് പിടിക്കുകയാണെങ്കിൽ 61.80%. ഓക്കെ, സോ 2 നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഇതും. ആൻഡ് ദെൻ 81.20%. അത് ക്ലിയർ ചെയ്യാൻ മസ്റ്റാണ്. ഇത് ക്ലിയർ ചെയ്താലേ ഫർദർ അപ്സൈഡ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ 81.20 ദാറ്റ് മീൻസ് 25,536. അത് നമ്മുടെ എക്സാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിയറും കൂടി വരുന്നുണ്ട്. ഏതാ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ചാനൽ, അതിൻ്റെ നിയർ കൂടി ഇത് വരുന്നുണ്ട്. സോ പ്രൈസ് അതിൻ്റെ അബവ് പ്രോപ്പർലി സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക് അപ്പ് മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ മെയിൻ മാർക്ക് ചെയ്യാനുള്ളത് ഏത്? 25,536. ഇത് റെസിസ്റ്റൻസ് ആണ്, റെഡാക്കി മാർക്ക്. ചെറിയ റെസിസ്റ്റൻസ് ആണ് 25,490. ഓക്കെ, ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. മാർക്ക് ചെയ്ത് വെച്ചേക്കാം, എന്തായാലും കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, സോ ഇത് ഇൻറ്റേർണൽ മൂവാണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇനി പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇനി പ്രൈസ്
ഈ പ്രൈസ് ഇവിടെ നിന്ന് വന്നത് സ്പീഡിലാണ്. നമ്മൾ 1 hour ചാർട്ടിനോട് നോക്കുകയാണെങ്കിൽ ഈ സ്പീഡിലാണ്. സോ നമുക്ക് വേണ്ടത് എന്താണ്? ഈ സ്പീഡാണ് വേണ്ടത്. ഇതിൻ്റെ ബോട്ടം ഈ ഒരു 333 കറക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോട്ടം ഇതാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് സ്പീഡ് അടിച്ച് കയറണം, നോൺ സ്റ്റോപ്പ് കയറണം. അതാണ് ശരിക്കും 333 കറക്ഷൻ്റെ റൂൾ. ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ ആ ഫോളിൻ്റെ എൻഡ് അതാണെങ്കിൽ, ഇപ്പോൾ ഇനി അടിച്ച ഇതിലോ ഇത് തന്നെ ആണെങ്കിൽ, സോ പ്രൈസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യണം, അടിച്ച് കയറണം, നോൺ സ്റ്റോപ്പ് കയറിക്കൊണ്ടിരിക്കണം. അതാണ് ആക്ച്വലി റൂൾ. ഇനി ഇതുണ്ടോ ഇല്ല എന്ന് എനിക്കും ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്ക് പ്രോപ്പർ ഗ്യാരണ്ടി എനിക്കുണ്ടെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലും പറയേണ്ടതൊന്നും ആവശ്യമില്ല, മൊത്തം ഫണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലേ ചെയ്യാനുള്ളതാണ്. സോ അത് ആർക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല, മാർക്കറ്റാണ്. സോ അതിന് കൺഫർമേഷൻ നമുക്ക് ഈസിലി കിട്ടത്തില്ല. ഓക്കെ, കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടിയ? പ്രൈസ് ഇതിൻ്റെ ഈ ചാനൽ ഈ 333 കറക്ഷൻ്റെ ഈ ഒരു ഇതിൻ്റെ അബവ് തന്നെ പ്രൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓവറോൾ പ്രൈസ് ഈ ഒരു ബുളിഷ്നെസ് എപ്പോഴാണ് ആകും എന്ന് പറയാനാണെങ്കിൽ 25,610 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തിക്കാക്കി മാർക്ക് ചെയ്ത് വെച്ചോളൂ ഇത്. ഓക്കെ, ഇതിന് അബവ് പ്രൈസ് ദാറ്റ് മീൻസ് പ്രൈസ് ഓവറോൾ സ്ട്രക്ചർ ചേഞ്ചായി വി ക്യാൻ സീ ഫർദർ അപ്സൈഡ് 25,618 25,800 വരെ ഞാൻ എന്തായാലും പ്രൈസ് കാണുന്നുണ്ട്. പ്രൈസ് പോകേണ്ടതാണ് അവിടെ വരെ. ഓക്കെ, പിന്നെ താഴെ ഒരു കാര്യം കൂടി ഇനി പറയാനുള്ളത്, ഈ ഒരു ചാനൽ ഫർദർ ഈ ഒരു കാരണം എന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആണ്. ഫർദർ എന്തെങ്കിലും മാർക്കറ്റിലൊരു കൺഫ്യൂഷൻ കുറേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 1 ഡിഗ്രിയുടെ കോഷൻ ഞാൻ ഓൾറെഡി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ നമ്മുടെ ഈ വരുന്നുണ്ടല്ലോ അതിൻ്റെ കോഷനാണ് ഇപ്പോൾ കൊടുത്തേണ്ട. ലാസ്റ്റ് 1.5 വീക്ക് മുന്നേ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൈസ് ഇവിടെ കോഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ പ്രൈസ് ഇൻ കേസ് ഈ ചാനൽ താഴെ നിന്ന് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ ദാറ്റ് മീൻസ് 1 ഡിഗ്രി അവർ ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തു, 5th വേവ് മുകളിലേക്ക് കൊണ്ടുപോകണില്ല, ഫെയിലായി എന്ന് പറയാം. സോ കോഷൻ ഓൾറെഡി കയ്യിലുണ്ട്. അത് ഇതിനകത്തല്ല, ഏത് നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ മറ്റേ ബിഗർ ടൈം ഫ്രെയിമിൽ സ്റ്റോക്സും അതൊക്കെ എല്ലാം അതനുസരിച്ച് ബിഹേവ് ചെയ്യുള്ളൂ. സോ പ്രൈസ് ഇൻ കേസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങി. സോ പ്രൈസ് നന്നായിട്ട് താഴെ വരും. എവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും? അത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരാനുള്ള ചാൻസസ് മിനിമം ഉണ്ടാകും. അത്രയ്ക്ക് ഫോൾ നമുക്ക് പിന്നെ കിട്ടുമായിരിക്കും. പക്ഷേ അത് എപ്പോഴാണ് അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ വെച്ചേക്കാം സപ്പോർട്ടായിട്ട്. സോ ഈ 2 തിക്ക് ലൈൻ മാർക്ക് ചെയ്ത് റെഡ് റെസിസ്റ്റൻസ് ആൻഡ് ഗ്രീൻ തിക്ക് ലൈൻ ഈ 25,200 ഇത് നമുക്ക് തിക്കാക്കി മാർക്ക് ചെയ്ത് ദാറ്റ് മീൻസ് ഈ 2 ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അതിൻ്റെ ബോൺ ട്രെൻഡ് ഓവറോൾ ചേഞ്ച് ആവും ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഓവർ. സോ ഇൻ കേസ് പ്രൈസ് ഈ നാളെ ചിലപ്പോൾ ഇനി സഡൻ ഒരു ഷാർപ്പ് ഡൗൺവേഡ് വന്നാലും ഇവിടെ വരുമ്പോൾ കോഷൻ വേണം. കാരണം എന്ന് വെച്ചാൽ അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതാണ് ഞാൻ ശരിക്കും പ്രൈസ് ഇവിടെയാണ്, ഇതാണ് പോയിൻറ്റ് 25,775 ഇതാണ് പോയിന്റ് ശരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഒരു 19 പോയിൻറ്റ് കൂട്ടി തന്നെങ്കിൽ. ദാറ്റ് മീൻസ് കാരണം എന്ന് വെച്ചാൽ സഡൻ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ കാണിച്ചിട്ട് എന്ത് ചെയ്യും, സഡൻ അടിച്ച് കയറ്റി കൊണ്ടുപോകും മുകളിലേക്ക്. അപ്പോൾ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷാണ്. സോ നമ്മൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ 25,210 ഇങ്ങനെ കൊടുത്തേക്കുന്നത്. 200 കൂട്ടിക്കോ. സോ ഇതിൻ്റെ ബിലോ ക്ലോസിംഗ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 2-3 ക്ലോസിംഗ് 15 minutes ടൈം ഫ്രെയിം 2 or 1 hour പ്രോപ്പർലി ഇവിടെ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി ഫോർ ദ ഡൗൺ സൈഡ്, പിന്നെ ഡൗൺ സൈഡ് തുടങ്ങി, പിന്നെ ക്ലിയർ ഡൗൺ സൈഡ്, പിന്നെ ഇവിടുന്ന് ഇൻ കേസ് റിവേഴ്സൽ എടുത്തിട്ട് റീടെസ്റ്റ് എടുത്തിട്ട് പോയാലും പിന്നെ താഴേക്ക് തന്നെ വരുള്ളൂ. പിന്നെ അങ്ങനെ ബുളിഷ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ ഇല്ല. നമുക്ക് മൺഡേ നോക്കാം. മൺഡേ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ഗ്യാപ്പ് അപ്പ് എവിടെ വരെ ആയിരിക്കും എന്നത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അബവ് പോയാലാണ് നമുക്ക് അപ്സൈഡ് ക്ലിയർലി കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ബാങ്ക് നിഫ്റ്റി പോകാൻ വേഗം വീഡിയോ ഇത്തിരി ലോങ് ആയി കിട്ടും. ബാങ്ക് നിഫ്റ്റി വാട്ട് അപ്പ് പെർഫോമൻസ് സൂപ്പർ. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യും, അതിൻ്റെ ഒരു ചെറിയ ഡിപ്പ് കൂടി എനിക്ക് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി റിവേഴ്സൽ എടുക്കും. സോ ബാങ്ക് നിഫ്റ്റിയുടെ മോസ്റ്റ്ലി ചാൻസസ് ബാങ്ക് നിഫ്റ്റി ഇതായി ഇനി ഈ ഒരു ട്രെൻഡിൻ്റെ ഇതായി ബോട്ടം ഔട്ട് ആയി എന്ന് പറയാം. ബട്ട് SL ഇത് തന്നെയാണ്, 25,620 ഈ ഒരു ലോ അടിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ SL ആൻഡ് റെസിസ്റ്റൻസ്. ഓൾറെഡി ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ്, നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ആൻഡ് ബാക്കി അപ്പ് മൂവ് ഇനി സ്ലോലി നമുക്ക് അപ്കമിങ് മൂവ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ആയിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പെർഫോമൻസ് തരാമെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ ചെറിയൊരു ഇതിൻ്റെ ഒരു ബൗൺസ് തരാനുള്ള ചാൻസസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സിംഗിൾ മൂവിലാണ് ഇതൊക്കെ പോയേക്കുന്നത്. കണ്ടോ, സിംഗിൾ മൂവിൽ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് സിംഗിൾ മൂവിൽ ലേഡിയിലായാലും സിംഗിൾ മൂവിലാണ് പോയത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് പ്രോപ്പർലി പോയേക്കുന്നതാണ്. സോ റീട്രേസ്മെൻറ്റ്
വെയിറ്റ് ചെയ്യുക ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റർ ചെയ്യാനാണെങ്കിൽ റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് കയറേണ്ടതാണ് ബാങ്ക് നിഫ്റ്റി. ആ സമയത്ത് എസ് എൽ ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, സിംഗിൾ മൂവിലാണ് പോയേക്കുന്നത്, ശ്രദ്ധിക്കണം. സോ സെക്കൻഡ് മൂവ് ഇൻ കേസ് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് റെസിസ്റ്റൻസ് എടുക്കും. ഓക്കെ, റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ വരെ പോയി ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഫിബൊനാച്ചി യൂസ് ചെയ്യണം. ആൻഡ് ദെൻ അവിടെ പ്രോപ്പർലി സെക്കൻഡ് ഡിഗ്രിയുടെ സെക്കൻഡ് വേവിൻ്റെ ഫോൾ എത്ര വരാറുണ്ട് അത് നോക്കണം. ആൻഡ് ദെൻ മുകളിലേക്ക് പ്ലേ ചെയ്യുക. അപ്പോൾ എസ് എൽ ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി വേഗം നമുക്ക് സെൻസെക്സിൽ കിടക്കാം. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞു. സെൻസെക്സിൽ വേറെ ഒന്നുമില്ല, നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. സെൻസെക്സ് എപ്പോഴും ലോ ഇതിൻ്റെ ഇത് തന്നെയാണ് ആൻഡ് ഹൈ ഇത് തന്നെയാണ്. സെൻസെക്സിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ ഈ ഒരു ഏരിയ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് സെൻസെക്സിൻ്റെ. ഓക്കെ, ഇതാണ്. സോ ബാക്കി നിഫ്റ്റിയുടെ പോലെ തന്നെ, അതിനകത്തൊന്നും ചേഞ്ചസ് എനിക്കൊന്നും പറയാനൊന്നുമില്ല. സെൻസെക്സിൻ്റെ ലെവൽ ട്രാപ്പ് ആവരുത്, ഒന്നിനും ട്രാപ്പ് ആവരുത്. സ്ലോ സ്കാൽപ്പ് ചെയ്യുക. ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഫെർദർ അപ്സൈഡ്, ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ എന്തെങ്കിലും ബിഗർ മൂവ് പ്രതീക്ഷിക്കാവുള്ളൂ, നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂസ് ആവരുത്. താഴേക്കാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, താഴേക്കാണെങ്കിൽ സ്കാൽപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ, ഡൗൺ സൈഡ് സ്കാൽപ്പ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ നിങ്ങൾ എസ് എൽ അടിച്ച് കയറ്റി കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ 333 കറക്ഷൻ അത്രയ്ക്ക് അത്രയ്ക്ക് പവർഫുള്ളാണ്. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഒന്നുകൂടി കാണുന്നത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഐ ബട്ടണിലും ഉണ്ടാകും അത്. സോ മസ്റ്റായിട്ട് കാണണം. ഐ ബട്ടൺ മുകളിൽ കൊടുത്തേക്കുന്ന ഐ ബട്ടണിൽ അതിലുണ്ടാകും. അതെന്ന് വെച്ചാൽ റിവേഴ്സൽ എടുക്കുമ്പോൾ ഷാർപ്പ് റിവേഴ്സൽ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോലും തരത്തില്ല. അതാണ് ഇതിൻ്റെ പവർഫുൾ. സോ ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്സൈഡ് ആയിരിക്കുള്ളൂ, നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും പ്ലേ ചെയ്യുന്നത് അപ്സൈഡ് തന്നെ ഞാൻ പ്ലേ ചെയ്യുള്ളൂ. താഴേക്ക് സ്കാൽപ്പ് ചെയ്യും, ഇല്ല എന്നല്ല, നമുക്ക് ചെയ്യാനാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുള്ളൂ, ബട്ട് ബോട്ടം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ 25,200 നിഫ്റ്റിയിൽ ബ്രേക്ക് ആവണം മാത്രമേ അങ്ങനെയുള്ളൂ. വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലറി പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, യെസ്, എൻഡിൽ ലെവൽ ആൻഡ് ദെൻ പ്രോപ്പർ ഫോൾ. പെർഫെക്റ്റ് ആണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലറി ശരിക്കും എനിക്കൊന്നും പറയാനൊന്നും ഇല്ല. അത്രയ്ക്ക് ഒരു കൺസൾട്ടേഷൻ പീരീഡ് ഫുൾ എത്ര ദിവസം മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് വീക്കിലാണ്. ഫുൾ ആയി തന്നെ കിടന്ന് കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ബിലോ മാത്രമേ ഫോൾ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ബിലോ മാത്രമേ ഫോൾ ഉള്ളൂ. ബുള്ളിഷ്നെസ് നോക്കാനാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചോളൂ. A, B and C സ്ട്രക്ചറിലാണ് ഫോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കൺസൾട്ടേഷൻ പീരീഡ് തന്നെയാണ്, വേറെ ഒന്നും ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല. ബിഗർ ഫോൾ ഈ ഒരു 13,320 ഇതിൻ്റെ ബിലോ മാത്രമേ എന്തെങ്കിലും നല്ലൊരു ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ അവർ, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കൗണ്ട് ചെയ്യണം. റെസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ മുകളിൽ തന്നെ കൗണ്ട് ചെയ്യണം എപ്പോഴും. 1, 2, 3. സോ 4 and 5 ചിലപ്പോൾ ഇനി 4 and 5 തീർക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ചിലപ്പോൾ താഴേക്ക് വീണ്ടും ഒരു വരുത്തും. പിന്നെ ആയിരിക്കും ചിലപ്പോൾ റിവേഴ്സൽ എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് ട്രെൻഡ് ലൈൻ്റെ അബവ് സസ്റ്റെയിൻ ആണ്, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ്. നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനാണെങ്കിൽ ഇത് തന്നെ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കേണ്ട ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.